പറയാമേ എങ്ങോട്ടാണ് ആലപ്പുഴക്കുള്ള നീണ്ട യാത്രയാണല്ലേ. പക്കുവിന് തൂറ്റലാണ്. തൂറ്റൽ പിടിച്ച അവസ്ഥയിൽ ട്രാവൽ എന്തൂസിയാസ്റ്റിക്കായി തന്റെ ട്രാവൽ എന്തൂസിയാസം വിടാതെ കൈപ്പിടിച്ചുകൊണ്ട് ഒരു നീണ്ട യാത്രയിലേക്ക് പയ്യെ ചുവട് വെച്ച് നീങ്ങുകയാണ് പക്കു. എന്തു സംഭവിക്കാം? ബ്ലാസ്റ്റുകൾ, ബോംബുകൾ, എന്തു സംഭവിക്കാം? ഇപ്പോൾ സമയം 2:30. മലപ്പുറം ആലപ്പുഴ എത്താൻ 6 മണിക്കൂർ. 6 മണിക്കൂർ പിടിച്ചേക്കാൻ പറ്റുമെങ്കിൽ 6 മണിക്കൂറിൻ്റെ ഇടയിൽ ഏകദേശം എത്ര പോക്ക് പോകേണ്ടി വരും? എനിക്ക് പോക്കല്ലേ, എന്നാലും ഗുളിക തിന്നുകൂടും. ഓക്കെ, അപ്പോൾ ഗുളികയിൽ വിശ്വസിച്ച് പക്കു മുന്നോട്ട്. എറിഞ്ഞു നോക്കണ്ടല്ലോ. മുന്നോട്ട് എറിഞ്ഞു നോക്കണ്ട. അങ്ങനെ പക്കു ആലപ്പുഴയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ആലപ്പുഴയിൽ എത്തിയപ്പോഴാണ് ഞാൻ ആ സത്യം പറയുന്നത്. വന്നപ്പോൾ ഇറങ്ങണീന്റെ തൊട്ട് മുന്നടിച്ച കോമഡി അതായിരുന്നു. അപ്പോൾ ഒരു കോമഡി 1-2 വട്ടമാവാം, പല പ്രാവശ്യം ആകുമ്പോഴേ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും കാണുന്നവർക്ക്. മനസ്സിലായോ? എന്തായാലും കുഴപ്പമില്ല, അടുത്ത് നോക്കാം. ഓക്കെ, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആലപ്പുഴ യാത്ര തുടങ്ങുകയാണ്. നമ്മൾ ആലപ്പുഴ വരെ എത്തിയത് അത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊന്നുമല്ല. നമ്മൾ മലപ്പുറം ടു ആലപ്പുഴ കാറിലാണ് പോയത്, അതുകൊണ്ട് അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടായിരുന്നില്ല. പിന്നെ ആലപ്പുഴ എത്തിയതിന് ശേഷമുള്ള ലോക്കൽ കറക്കമാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി. അപ്പോൾ ആലപ്പുഴ എത്തിയപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ആദ്യം ചിന്തിച്ചത് ബോട്ടായിരുന്നു. ബോട്ട് എന്ന് പറയുമ്പോൾ ഹൗസ് ബോട്ടിൻ്റെ ചാർജ് എബോവ് 10,000. അതുകൊണ്ട് നമ്മൾ സർവീസ് ബോട്ട് കൺസിഡർ ചെയ്തു. അങ്ങനെ സർവീസ് ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ആലപ്പുഴ KSRTC സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ബോട്ട് ജെട്ടിയിലേക്ക് പോയി. അവിടെ എത്തിയപ്പം എങ്ങനെയാണ് ഇതിന് ടിക്കറ്റ് എടുക്കുക, എങ്ങനെയാണ് ഇതിലേക്കൊന്ന് കയറി പറ്റുക, ഏത് ബോട്ടിലാണ് കയറുക എന്നൊക്കെ ടോട്ടൽ കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോഴാണ് നമുക്ക് സൈറ്റ് സീയിങ്ങിനൊക്കെ പറ്റിയൊരു സർവീസ് ബോട്ട് ഉണ്ട് എന്നും അതിൻ്റെ പേര് സീ കുട്ടനാടാണെന്നും നമ്മൾ അറിഞ്ഞത്. വേറെയും ചില ബോട്ടൊക്കെ സജസ്റ്റ് ചെയ്തു, പക്ഷേ ആ സമയത്ത് നമുക്ക് ഈ ബോട്ടായിരുന്നു അവൈലബിൾ ആയിട്ടുള്ളത്. അത്യാവശ്യം ആൾക്കാരുണ്ടായതുകൊണ്ട് കുറച്ച് ഉന്തിത്തള്ളിയൊക്കെ വേണം ബോട്ടിലേക്ക് കയറാൻ. അങ്ങനെ ഡബിൾ ഡെക്കർ ബോട്ടിൻ്റെ മുകളിലത്തെ സൈഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഉന്തിത്തള്ളി ബോട്ടിലേക്ക് കയറി. അപ്പോൾ നമ്മൾ താഴെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ 30 രൂപ, മുകളിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും 60 രൂപ. അങ്ങനെ 10,000 കൊടുത്ത് ഹൗസ് ബോട്ടിൽ കയറുന്നതിന് പകരം നമ്മൾ 60 രൂപ കൊടുത്ത് സർവീസ് ബോട്ടിൽ കയറി. അങ്ങനെ 11 മണിയായപ്പം ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ നിന്ന് നമ്മുടെ ബോട്ട് എടുത്തു. ശരിക്കും സൈറ്റ് സീയിങ് മാത്രമാണ് നമ്മുടെ പർപ്പസ് എന്നുണ്ടെങ്കിൽ ഹൗസ് ബോട്ടിനേക്കാൾ എത്രയോ ബെറ്റർ ഇതുപോലെയുള്ള സർവീസ് ബോട്ടുകളാണ്. കാരണം ഈ സർവീസ് ബോട്ടുകൾ ഏകദേശം എല്ലാ ജെട്ടിയിലും നിർത്തുന്നുണ്ട്, അവിടുത്തെ നാട്ടുകാരെ കയറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആലപ്പുഴ ബാക്ക് വാട്ടർ, അവിടുത്തെ ആൾക്കാർ, അവിടുത്തെ കൾച്ചർ ഇതായിട്ടൊക്കെ കുറച്ചും കൂടെ തൊട്ടറിഞ്ഞ് യാത്ര ചെയ്യാൻ പറ്റും. മോർ ഓവർ നമുക്കിതിനു വേണ്ടി വരുന്ന ചിലവ് എന്ന് പറയുന്നത് വെറും 60 റുപ്പീസ് മാത്രമാണ്. അങ്ങനെ നമ്മൾ ഈ യാത്ര കണ്ടിന്യൂ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച വേറൊരു കാര്യം, നമ്മൾ ഈ ലേക്കിൻ്റെ സൈഡിലുള്ള ചില വീടുകൾ കാണുമ്പോൾ, ചില ചായക്കടകൾ കാണുമ്പോൾ, ചില വഴികൾ കാണുമ്പോൾ ഇതൊക്കെ എവിടേക്കോ കണ്ടു മറന്ന പോലെ എന്നുള്ളൊരു ഫീല് വരും. ആക്ച്വലി ഇതൊക്കെ നമ്മൾ ഏതൊക്കെയോ സിനിമകളിൽ, ഏതൊക്കെയോ സീനുകളിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ബോട്ടിൽ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ അത് ഏത് സിനിമയാണ്, ഏത് സീനാണ് എന്നുള്ളത് നമുക്ക് റീകളക്ട് ചെയ്തെടുക്കാൻ പറ്റില്ല എന്ന് മാത്രം. പക്ഷേ ശരിക്കും നമ്മളിത് എവിടേക്കോ കണ്ടിട്ടുള്ള പല ഭാഗങ്ങളും, പല വീടുകളും, പല ടീ ഷോപ്പുകളും, പല വഴികളും നമുക്ക് എന്തായാലും ഈ ഒരു യാത്രയിൽ കാണാൻ പറ്റും.
ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ ഡ്രൈവർ എന്നാണോ ഫ്രാങ്ക് എന്നാണോ പറയേണ്ടതെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ ബോട്ടിലൂടെ ഇങ്ങനെ നടന്ന് അവസാനം പുള്ളിയുടെ ക്യാബിനിലാണ് എത്തിയത്. അങ്ങനെ പുള്ളിയുടെ കൂടെ കുറച്ച് നേരം ഇരിക്കാൻ സമ്മതിച്ചു. പുള്ളി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ ഏകദേശം ആ ഒരു ഏരിയ, ആ ഒരു പ്രദേശത്തിൻ്റെ ഹിസ്റ്ററി, ജോഗ്രഫി, അവിടെ ഷൂട്ട് ചെയ്ത സിനിമകൾ, ഏതൊക്കെ സിനിമകൾ എവിടേക്കാണ് ഷൂട്ട് ചെയ്തത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുള്ളി പറഞ്ഞു തന്നിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ യാത്ര കഴിഞ്ഞപ്പോൾക്ക് പുള്ളി പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ മറന്നുപോയി. ബോട്ടിൽ നിന്നല്ലെങ്കിൽ ടൈറ്റാനിക്കിലാണെന്നുണ്ടെങ്കിലും പക്കുവിൻ്റെ തൊള്ളക്ക് വിശ്രമം ഉണ്ടായിരിക്കുന്നതല്ല. വയറ്റുന്നൊക്കെ എല്ലാം മറന്ന് ആസ്വദിച്ച് ബോട്ടിലിരുന്ന് ഫുഡ് കഴിക്കുന്ന പക്കുവിൻ്റെ ദൃശ്യങ്ങൾ. അങ്ങനെ ഉച്ചയ്ക്ക് 1 മണിക്ക് നമ്മൾ കൈനഗിരി എത്തി. ഇനി അരമണിക്കൂറിന് ശേഷമാണ് ബോട്ട് തിരിച്ച് ആലപ്പുഴയിലേക്ക് പോവുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ ഇറങ്ങണം, അതാണ് കണ്ടക്ടർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും അവർ ഫുഡൊക്കെ കഴിച്ചു വരും. എന്നിട്ട് നമ്മൾ രണ്ടാമത് ആലപ്പുഴയിലേക്ക് ടിക്കറ്റ് എടുത്തിട്ട് വീണ്ടും ഇതേ ബോട്ടിൽ കയറണം. അങ്ങനെ കൈനഗിരിയിൽ അരമണിക്കൂർ പോസ്റ്റ് അടിച്ചിരിക്കേണ്ടി വരുമല്ലോ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അടുത്ത ട്വിസ്റ്റ്. ആ ട്വിസ്റ്റ് നമുക്കിപ്പോൾ കാണാം. ഇതാണ് ആ ട്വിസ്റ്റ്. നമ്മളവിടെ കൈനഗിരിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കറക്റ്റ് ഒരു KSRTC നമ്മുടെ മുന്നിലെത്തി. ആ KSRTC പോകുന്നത് ആലപ്പുഴയാണ്. അപ്പോൾ നമുക്ക് സർവീസ് ബോട്ടിൽ യാത്ര ചെയ്ത് ഏകദേശം മതിയായി. പിന്നെ ഉച്ചയായതുകൊണ്ട് അത്യാവശ്യം വെയിലും ഉണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചിനി ആലപ്പുഴയിലേക്കുള്ള യാത്ര KSRTCയിലാവാമെന്ന് വിചാരിച്ചു. പക്ഷെ KSRTC ആണെന്നുണ്ടെങ്കിലും പുറത്തുള്ള കാഴ്ചകൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ അതേപോലെ ഒരു ബോട്ടിലിരുന്ന് യാത്ര ചെയ്യുന്ന ഫീലായിരുന്നു. 2 സൈഡിലും കായൽ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു.
അങ്ങനെ നട്ടുച്ചയ്ക്ക് നമ്മൾ ആലപ്പുഴ ബീച്ചിലെത്തി. ആലപ്പുഴ ബീച്ചിൽ നിന്നാണ് ഇനി നമ്മുടെ ലഞ്ച്. ഇതാണ് നമ്മളെ ലഞ്ച്. കല്ലുമ്മക്കായ ഉണ്ട്, കപ്പ ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്. ഭയങ്കര ടേസ്റ്റ് ഒന്നും പറയാനില്ലെങ്കിലും ബീച്ചിലിരുന്ന് ഈ ഫുഡ് ഇങ്ങനെ കഴിക്കുമ്പോഴുള്ള മൂഡ് അത് വേറെ തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത കാഴ്ച കാണുന്നത്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്നുള്ളതായി അടുത്ത ആലോചന. പക്ഷേ നമ്മുടെ പക്വ അവറുകൾക്ക് ഇത്തരം സാഹസിക കൃത്യങ്ങൾ കുറച്ച് ഭയമായതുകൊണ്ട് നമ്മളത് വേണ്ടാന്ന് വെച്ചു.